ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒന്നും അത്ര സന്തോഷകരമായ വീഡിയോ അല്ല. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ഫോണൊന്ന് തറയിൽ വീണു. അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയതാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ശ്രമിച്ചിട്ടും അതങ്ങോട്ട് ഓണാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ശരിയാക്കാണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 2 ദിവസം ഫോണില്ലാണ്ട് നടന്നെങ്കിലും പക്ഷെ അത് റെഡി ആക്കാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള ആപ്പിളിൻ്റെ ഷോറൂമിലേക്ക് പോകാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്ത നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ ഒരു ഷൂ ഒക്കെ വാങ്ങി. പിന്നെ നമ്മളുടെ ബാത്ത് ആൻഡ് ബോഡിയിൽ കയറിയിട്ട് നല്ലൊരു പെർഫ്യൂം, ഇതൊരു ബോഡി മിസ്റ്റാണ്. നിങ്ങളടുത്ത് ട്രൈ ചെയ്ത് UK ഇത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. UK ബാത്ത് ആൻഡ് ബോഡിയുടെ ഈ ഒരു ബോഡി മിസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ സ്മെല്ല്. പിന്നെ മോളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷമാണ് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പം വയറ്റിലേക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് തപ്പി നടന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നെങ്കിലും മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇനി ഇത് ശരിയാവുമോ, എന്താണ് പ്രശ്നം, കുറേ പൈസ ആവുമോ എന്നൊക്കെ ഒരു മൈൻഡിൽ തോട്ടിലാണ് പോകുന്നത്. പക്ഷെ ആ സങ്കടം മാറാനായിട്ട് നല്ല വയറ് നിറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പ്ലേറ്റ് ഷവർമയും പിന്നെ ഒരു ഗ്രിൽഡ് റൈസ് അങ്ങനെ ഒരു ബോളുമാണ് വാങ്ങിയത്. ഫുഡ് ഓക്കെ ആയിരുന്നു. ഓവർ വാവെന്നൊന്നും പറയാൻ പറ്റും. പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അപ്പോഴേക്കും നമുക്ക് ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫോൺ ഒരു വിധത്തിലും ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഫോണിൻ്റെ സീരിയൽ നമ്പർ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോക്സോ ബില്ലോ ഒന്നും ഇല്ലാണ്ടാണ് പോയത്. പിന്നെ നെക്സ്റ്റ് ഡേ പോയിട്ട് പിന്നെ എനിക്ക് അവർ പുതിയ ഫോൺ തരുമായിരുന്നു. കാരണം എൻ്റെ പഴയ ഫോൺ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ആപ്പിൾ കെയർ ഉള്ളത് കൊണ്ട് പൈസയൊന്നും അടയ്ക്കേണ്ടി വന്നില്ല. എനിക്ക് പുതിയൊരു ഫോൺ തന്നെ എനിക്ക് അവർ തന്നു. പുതിയ ഫോൺ കിട്ടിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ പഴയ ഫോണിലായിരുന്നു. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ലൈഫിൽ പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ, അപ്പോഴാണോ ഒരു ഫോണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.